പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമ്മുടെ മനസ്സിനെയും ചിന്തയെയും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ വചനത്തെ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും ആ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും പോരായ്മകളെയും തിരിച്ചറിഞ്ഞ് കൂടുതൽ ആത്മീയ നന്മയിലും വിശുദ്ധിയിലും കൂടുതൽ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടെയൊക്കെ ജീവിക്കുവാൻ കർത്താവെ ഒരുക്കുന്ന വിധത്തിൽ അവിടുത്തെ വചനം ഞങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിച്ച് ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നിട്ട് വലിയ വിഷമത്തോടും നിരാശയോടും കൂടി അവളിങ്ങനെ പറയുകയാണ്, അച്ഛാ, ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് പ്രാർത്ഥിക്കുക. ഈ 12 വർഷത്തിനിടയിൽ ഞാൻ ഡിവൈനിൽ ധ്യാനത്തിൽ കൂടി, പോട്ടയിൽ ധ്യാനത്തിൽ കൂടി, അട്ടപ്പാടിയിൽ ധ്യാനത്തിൽ കൂടി, അണക്കരയിൽ ധ്യാനത്തിൽ കൂടി, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ പോയി ധ്യാനം കൂടി. എല്ലാ സ്ഥലത്തും ഞാൻ ധ്യാനം കൂടിയതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ആ കാര്യം നടത്തി കിട്ടണം. പക്ഷേ ഞാൻ ഈ ധ്യാന കേന്ദ്രങ്ങളെല്ലാം പോയി ധ്യാനം കൂടി പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ എൻ്റെ ആ കാര്യം നടത്തി കിട്ടിയില്ല. അപ്പോൾ ആ കാര്യം നടത്തി കിട്ടാത്തതിൻ്റെ വിഷമാണ് ആ സഹോദരി ഉള്ളിൽ. ആ ഉള്ളിലെ വിഷമാണ് പുറത്ത് അല്പം നിരാശയൊക്കെ തോന്നുന്ന വിധത്തിലുള്ള പ്രതികരണം. ഇങ്ങനെ പറഞ്ഞ ആ സഹോദരിയോട് ഞാൻ ചെറിയൊരു പരിഹാസച്ചിരിയോടുകൂടി പറഞ്ഞു, ചേച്ചി എത്ര വർഷം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, ഏതെല്ലാം ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം മാറി മാറി കൂടി എന്നുള്ളതല്ല. ഒരു കാര്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ, ഒരു കാര്യം നടത്തി കിട്ടണമെങ്കിൽ ഈ നടത്തിത്തരുന്ന ദൈവത്തിൻ്റെ ശൈലി എന്താണെന്ന് അറിയണം. നമ്മൾ ദൈവത്തിൻ്റെ ശൈലി എന്താണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും നടത്തിക്കിട്ടാത്ത കാര്യത്തെ ഓർത്ത് പരാതി പറയല, ആഗ്രഹിച്ചിട്ട് ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യത്തെ ഓർത്ത് വിഷമിക്കുകയില്ല, നൊമ്പരപ്പെടിയല. ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ടാണ് കിട്ടാത്ത, അടുത്തത് പോയി കൂടിക്കഴിഞ്ഞാൽ കിട്ടും എന്ന് ചിന്തിച്ച് ധ്യാനം കൂടാനായിട്ട് ധ്യാന കേന്ദ്രങ്ങൾ മാറി മാറി പോയല. അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും അത് നടത്തിത്തരുന്ന ദൈവത്തിൻ്റെ ശൈലി എന്താണെന്ന് അറിയണം. ഞാൻ ആ സഹോദരിക്ക് കർത്താവിൻ്റെ ശൈലി പറഞ്ഞു കൊടുത്തു. കർത്താവിൻ്റെ ശൈലി കരമുയർത്തി കൈ കുഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. സ്വരമുയർത്തി സ്വരം പോയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. മുട്ടുകുത്തി മുട്ട് പൊട്ടിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവൻ്റെ ശൈലി. എന്താ മനസ്സിലായത്? സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നീ ഒരു കാര്യത്തിന് വേണ്ടി, കാര്യം നടത്തി കിട്ടുന്നതിന് വേണ്ടി എത്ര നാൾ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, മറിച്ച് നിൻ്റെ ഓരോ പ്രാർത്ഥനയും കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ശൈലി മനസ്സിലാക്കി അതിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏത് കാര്യത്തിനാണേലും കാലതാമസം കർത്താവ് അനുവദിക്കും തോറും നമ്മൾ കർത്താവുമായിട്ടുള്ള വലിയൊരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? കൈ കുഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും സമയം, അത്രയും നേരം
ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നാലേ എൻ്റെ ഉയർത്തിയ കൈ ഞാൻ താത്തുള്ളൂ. അങ്ങനെ ഉയർത്തിയ കൈ ഞാൻ താത്തുള്ളൂ എന്ന് ചിന്തിച്ച് കരമുയർത്തുമ്പോഴാണ് ആ കൈക്ക് കുഴയലുണ്ടാകുന്നത്. എൻ്റെ സ്വരം പോയാലേ പോകുന്നോളം വരെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. അങ്ങനെ ഞാൻ ആ ബോധ്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സ്വരം പോയാലും ഞാൻ ദൈവത്തെ സ്തുതിക്കാതിരിക്കില്ല. എൻ്റെ മുട്ട് പൊട്ടിയാലും ഞാൻ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താതിരിക്കില്ല. അപ്പം ഇവിടെ ദൈവം തൻ്റെ ഈ ശൈലിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? നമ്മളെപ്പോഴും പരാതി കൂടാതെ, നിരാശപ്പെടാതെ, കുറ്റപ്പെടുത്താതെ കാത്തിരിക്കണം. അപ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തിൽ ദൈവത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അനുഗ്രഹവും ആനന്ദവും സന്തോഷവും അഭിവൃദ്ധിയും ലഭിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങളുണ്ട്. ഉണ്ടാകാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗപീഠകളും തകർച്ചകളും നഷ്ടങ്ങളും പരാജയങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായാലും ഒരിക്കലും ആ ഉണ്ടാകുന്നതിനെ ഓർത്ത് നിൻ്റെ മനസ്സിൽ നീ ദുഃഖിക്കരുത്. എന്തുണ്ടായാലും ആ ഉണ്ടാകുന്നതിനെ ഓർത്ത് നിൻ്റെ മനസ്സിൽ നീ ദുഃഖിക്കരുത്. 2, എന്തുണ്ടായാലും നിൻ്റെ മനസ്സിൽ അതിനെ ഓർത്ത് നീ വേദനിക്കരുത്. 3, നീ എന്ത് സംഭവിച്ചാലും ആ സംഭവിച്ചതിനെ ഓർത്ത് ദൈവത്തെയോ മനുഷ്യരെയോ കുറ്റപ്പെടുത്തരുത്. 4, ആ സംഭവിക്കുന്ന കാര്യം എന്തായാലും നീ അതിനെ ഓർത്ത് പരാതി പറയരുത്. 5, നീ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നിലും നിരാശപ്പെടരുത്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, ദുഃഖം, വേദന, പരാതി, കുറ്റപ്പെടുത്തൽ, നിരാശ, 5 കാര്യങ്ങൾ നെഗറ്റീവാണ്. ഈ നെഗറ്റീവായിട്ടുള്ള 5 കാര്യങ്ങളും നിൻ്റെ ഉള്ളിൽ ഉണ്ടാകാതിരുന്നാൽ ജീവിതത്തിലെ ഏത് തകർച്ചയാണെങ്കിലും നഷ്ടമാണെങ്കിലും പരാജയമാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും സഹനമാണെങ്കിലും രോഗങ്ങളാണെങ്കിലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. അപ്പോൾ നീ എത്ര നാള് എത്ര വർഷം നീണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, മറിച്ച് ആ നീണ്ട നാളുകളിലൂടെ നിനക്ക് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരാനായിട്ട് സാധിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ കാത്തിരിപ്പ് അനുവദിക്കുന്നത്. കൈ കുഴയുന്നോളം വരെ, മുട്ട് പൊട്ടുന്നോളം വരെ, സ്വരം പോകുന്നോളം വരെ, സഹനമൊരു അനുഭവമായി മാറുന്നോളം വരെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാത്തിരിപ്പുണ്ട്. എന്തിനാണ് ദൈവം ഈ കൈ കുഴയുന്നോടം വരെ, മുട്ട് പൊട്ടുന്നോടം വരെ, പ്രാർത്ഥന സഹനം ഒരു അനുഭവമാക്കി മാറ്റുന്നോടം വരെ ദൈവം അനുവദിക്കുന്നത്? ദൈവം അനുവദിക്കുന്നതിൻ്റെ കാരണം 1, ദൈവവുമായ ആഴമായൊരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരമ്മ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 34 വർഷം പ്രാർത്ഥിച്ചു. ഈ 34 വർഷത്തെ അമ്മയുടെ പ്രാർത്ഥന വഴിയായിട്ട് അമ്മയ്ക്ക് ദൈവവുമായി ആഴമായൊരു ബന്ധത്തിലേക്ക് വരാൻ പറ്റി. ഈ അമ്മ ആഴമായൊരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ മകൻ്റെ മാനസാന്തരമാണ് അമ്മ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമായ ബന്ധത്തിലേക്ക് ആ അമ്മ വന്നപ്പോൾ മകൻ മാനസാന്തരപ്പെടുക മാത്രമല്ല ചെയ്തത്. മകൻ മാനസാന്തരപ്പെട്ട് വൈദികനായി, മെത്രാനായി, സഭയിലെ പണ്ഡിതനായി, സഭയിൽ വിശുദ്ധനായി. നമുക്കറിയാം, ആ വിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. ആ പ്രാർത്ഥിച്ച അമ്മയാണ് വിശുദ്ധ മോണിക്ക പുണ്യവതി. അപ്പം 2 പേരെ, അമ്മയെയും മകനെയും വിശുദ്ധരായി സഭയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇത്രയും വർഷം
ദൈവത്തോട് ചേർന്നെന്ന് പ്രാർത്ഥിച്ചത്. വർഷം നാളുകൾ താമസം, കാലദൈർഘ്യം ഏറുന്തോറും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ദൈവം കൂടുതൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ, ചിലപ്പോൾ പറയാറുണ്ട്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ആരും വിചാരിക്കരുത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നം മൂലമാണ്, അല്ലെങ്കിൽ പൂർവികർ ചെയ്തതായ തെറ്റിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയൊക്കെയാണ് എന്ന് കരുതി നെഗറ്റീവായിട്ട് ചിന്തിക്കുകയല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, എൻ്റെ കൂടുതൽ വിശുദ്ധീകരണത്തിന് വേണ്ടി. രണ്ട്, എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ ചുറ്റുമുള്ള, ഞാനുമായി ബന്ധപ്പെട്ട അനേകര വ്യക്തികൾ ചെയ്യുന്ന തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ട്, ആ പ്രായശ്ചിത്തം ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് എൻ്റെ ശരീരത്തിലെ രോഗത്തിൻ്റെ വേദന, ജീവിതത്തിലെ സഹനത്തിൻ്റെ വേദന, ഇത് മുഴുവനും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതാണ് കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനം പറയാണ്, യേശുവിൻ്റെ ശരീരത്തിലെ പീഡകളുടെ കുറവ്, യേശുവിൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും സഹനത്തിൻ്റെയോ പീഡകളുടെയോ കുറവുണ്ടെന്നല്ല, മറിച്ച് യേശു ശരീരത്തിൽ സഹിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ രോഗം മൂലമുണ്ടാകുന്ന, ബുദ്ധിമുട്ട് മൂലമുണ്ടാകുന്ന, സഹനം മൂലമുണ്ടാകുന്ന, ഒറ്റപ്പെടുത്തൽ മൂലമുണ്ടാകുന്ന, അപമാനം മൂലമുണ്ടാകുന്ന, കഷ്ടപ്പാട് മൂലമുണ്ടാകുന്ന, തകർച്ച മൂലമുണ്ടാകുന്ന, പരാജയം മൂലമുണ്ടാകുന്ന ചില നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും രോഗപീഠകളും ഞാൻ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ആ ചേർത്ത് വയ്ക്കുന്ന എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം അതിലൂടെ പ്രകടമായി തീരാൻ, അങ്ങനെ ആ ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ അനേകർക്ക് ലഭിക്കാൻ ദൈവം എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിൽ കൂടുതൽ ആത്മീയ നിറവിലേക്കും വിശുദ്ധിയിലേക്കും വിശുദ്ധരായി തീരണം എന്നുള്ളതായ ചിന്തയിലേക്കൊക്കെ കടന്നു വരാനായിട്ട് കൂടുതൽ പ്രേരിപ്പിച്ചത് കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെയാണ്. നമുക്കറിയാം, അൽഫോൻസാമ കൂടുതൽ വീരോചിതമായ പുണ്യങ്ങളോ സുഹൃതങ്ങളോ ചെയ്തില്ല, മറിച്ച് കൊച്ചു ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത സഹനങ്ങളും രോഗങ്ങളും നൊമ്പരങ്ങളും എല്ലാം ഈശോയുടെ സഹനത്തോട് നൊമ്പരത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ സഹനത്തിന് വിലയുണ്ടെന്ന് മനസ്സിലായി, ഒറ്റപ്പെടുത്തലിന് വിലയുണ്ടെന്ന് മനസ്സിലായി, കുറ്റപ്പെടുത്തലിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഈ വിലയെ തിരിച്ചറിഞ്ഞ് വില തരുന്നവൻ്റെ ആ സഹനത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ് ആ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും സഹനങ്ങളും നൊമ്പരങ്ങളും എല്ലാം വിശുദ്ധിയുടെ പുണ്യമായി, വിശുദ്ധിയുടെ അടയാളമായി അത് മുഴുവൻ മാറിയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശുദ്ധിയുടെ ശരീരത്തിൽ സഹിച്ച ആ സഹനത്തിൻ്റെ യോഗ്യത ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈ വിശുദ്ധയുടെ പുണ്യപ്പെട്ട ജീവിതത്തിൻ്റെ യോഗ്യതയാൽ ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു, ആനന്ദം കൊടുക്കുന്നു. നമ്മൾ അൽഫോൻസാമയുടെ ജീവചരിത്രത്തിൽ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ അൽഫോൻസാമ സഹിച്ച് കിടന്ന വേദന, ആ സഹനത്തിൻ്റെ വിലയെ കണ്ട അവസ്ഥ, ആ ശരീരം കിടന്നതായ പായ, അത് മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ കൊണ്ടുപോയി അടുത്തുണ്ടായിരുന്ന പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ട ആ പായ അതിന് വലിയ വിലയൊന്നും കണ്ടില്ല, കാരണം അത് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പക്ഷേ ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭ്രാന്തനായിട്ട് നാളുകളായിട്ട്, മാനസിക രോഗിയായിട്ട് നാളുകളായിട്ട് കഴിയുന്ന വ്യക്തി, ആ വ്യക്തി ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട പായിൽ ഒരെണ്ണം അവൻ എടുത്ത് തലയിലിട്ട് നടന്നു. അവൻ്റെ ഭ്രാന്തിൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടുകൊണ്ട് നടന്നത്. പക്ഷെ എന്ത് സംഭവിച്ചതറിയാമോ? പിറ്റേ ദിവസം മുതൽ ഈ മാനസിക രോഗി പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ഭ്രാന്ത് അല്ലാതായി മാറി. വളരെ അപൂർവമായിട്ട് ഈ മാനസിക രോഗികൾ സുഖം പ്രാപിക്കുക എന്നുള്ള വൈദ്യശാസ്ത്രം പറയുമ്പം ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ്. കൃത്യമായിട്ട്
മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകും. പക്ഷേ ഇവിടെ വലിയൊരു അടയാളം, വലിയൊരു സാക്ഷിയാണ്. എന്താണെന്നറിയോ? ജീവിതത്തിലെ സഹനത്തെ, ശരീരത്തിലെ രോഗം മൂലമുള്ള സഹനം, മാനസികമായിട്ടുള്ള നൊമ്പരത്തിൻ്റെ വേദനയുടെ സഹനം, അതെല്ലാം യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചപ്പോൾ, അങ്ങനെ ചേർത്ത് വെച്ച് കിടന്ന ആ ശരീരം കിടന്നിരുന്ന പായ, അതിലൂടെ ഒരു മാനസരോഗിയെ സുഖപ്പെടുത്താൻ ഈശോ ഉപയോഗിച്ചു. അപ്പം നമുക്കൊക്കെ പറഞ്ഞു തരിക, നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ സഹനങ്ങൾക്കും വേദനകൾക്കും നൊമ്പരങ്ങൾക്കെല്ലാം വലിയ വിലയുണ്ട്. ആ വില കിട്ടണമെങ്കിൽ അത് ഉള്ളിടത്തോളം കാലം ഒരിക്കലും നീ അതിനെ ഓർത്ത് മനസ്സിൽ ദുഃഖിക്കരുത്, വേദനിക്കരുത്, കുറ്റപ്പെടുത്തരുത്, പരാതി പറയരുത്, നിരാശപ്പെടരുത്. ഈ 5 കാര്യങ്ങൾ നിൻ്റെ ഉള്ളിലുണ്ടാകരുത്. മറിച്ച് അവ ഓരോന്നും യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് മറ്റ് അനേകം രോഗികളെ സുഖപ്പെടുത്താൻ, എൻ്റെ രോഗത്തിൻ്റെ സഹനത്തെ, എൻ്റെ രോഗത്തിൻ്റെ വേദനയെ, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിനെ, എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഈശോയെ ഞാൻ കാഴ്ചവെക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ വേദനകളും നൊമ്പരങ്ങളും ആണെങ്കിലും അതിനെ ഈശോയുടെ കുരിശിലെ സഹനത്തോട് വേദനയോട് ചേർത്ത് വെച്ചാൽ, ആ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ വില അനേകരെ സുഖപ്പെടുന്ന വിലയാണ്, അനേകരെ രക്ഷിക്കുന്ന വിലയാണ്, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന വിലയാണ്, അനേകം തകർന്നവരെ ആ തകർച്ചയിൽ നിന്ന് ഉയർത്തുന്ന വിലയാണ്. ഇത് ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ രോഗം മാറണേ, സഹനം മാറണേ, കഷ്ടപ്പാട് മാറണേ, ബുദ്ധിമുട്ട് മാറണേ, പ്രയാസം മാറണേ എന്ന് പ്രാർത്ഥിക്കാതിരിക്കുള്ളൂ. മറിച്ച് അത് ദൈവം അനുവദിക്കുന്നതായതുകൊണ്ട്, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അതിൻ്റെ മേലെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചാൽ, ഞാൻ ലോകത്തിലെ മനുഷ്യ വ്യക്തികളെ രക്ഷിക്കുന്ന, രോഗികളെ സുഖപ്പെടുത്തുന്ന യേശുവിനോട് ചേർന്നുള്ള സഹരക്ഷകൻ, സഹരക്ഷകയായൊക്കെ നമ്മൾ മാറും. അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, നമ്മൾ ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് 42 അധ്യായങ്ങളുള്ള ബൈബിളിലെ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആ വ്യക്തിയുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്, ജോബ്. നമ്മൾ ജോബിൻ്റെ പുസ്തകം 1ഉം 2ഉം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ജോബിൻ്റെ ജീവിതത്തിൽ 5 നഷ്ടങ്ങൾ ദൈവം അനുവദിച്ചു. അച്ഛനും പറയുക, ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ പറയും, പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. അപ്പോൾ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നഷ്ടം, വേദന എന്ന് പറയുന്നത് ആ സമ്പത്ത് മുഴുവൻ ഇല്ലാതാകുന്നതാണ്. അതെ, അവൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. 1-ാമത്തെ നഷ്ടം, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. 2, അവന് 10 മക്കളുണ്ട്. ഈ മക്കൾ 10 പേര് മരിച്ചു. വേർപാടിൻ്റെ വേദന, സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന. 3, അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും മുഴുവൻ അവനെ കൈവിട്ടു. 4-ാമത്തെ വേദന, ജീവിതത്തിലെ സഹനത്തിലും നൊമ്പരത്തിലും എല്ലാം എപ്പോഴും ചേർന്ന് നിൽക്കേണ്ട, ആശ്വസിപ്പിക്കേണ്ട, ധൈര്യപ്പെടുത്തേണ്ട ജീവിത പങ്കാളി ഭാര്യ. ഈ ഭാര്യ ജോബിനോട് പറഞ്ഞു, ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം, ഇനിയും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണോ? നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ നഷ്ടങ്ങൾ മുഴുവൻ അനുവദിച്ച ദൈവത്തെ തള്ളിപ്പറയൂ, ദൈവത്തെ തള്ളിപ്പറയൂ. അങ്ങനെ ദൈവത്തെ തള്ളിപ്പറയാനായിട്ട് സ്വന്തം ഭാര്യ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, കൂടെ നിൽക്കേണ്ട ഭാര്യ അവന് നഷ്ടപ്പെട്ടു. ജോബ് അവിടെയും പതറിയില്ല. ഉള്ളംകാൽ മുതൽ ശിരസ് വരെ വ്രണമില്ലാത്ത ശരീരഭാഗമില്ല, നിറച്ച വ്രണം. അപ്പോൾ അവൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. സ്നേഹമുള്ളവരെ, സമ്പത്ത് നഷ്ടപ്പെട്ടു, സ്വന്തക്കാർ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു, സ്വന്തം ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ഈ 5 നഷ്ടങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ജോബ് ചെയ്ത 2 പ്രധാനപ്പെട്ട കാര്യം, അതാണ് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം തിരുവചനം. ഒന്നാമത്, അവൻ്റെ നഷ്ടങ്ങൾ മുഴുവൻ
ലാഭമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവൻ ദൈവത്തെ സ്തുതിച്ചു. അർത്ഥം, നഷ്ടത്തിൽ ലാഭം തരുന്ന ദൈവത്തിൽ അവൻ ആനന്ദിച്ചു. നഷ്ടത്തിൽ ലാഭം തരുന്ന ദൈവത്തിൽ ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലും വേദനകളിലും രോഗപീഠകളിലുമെല്ലാം സാധിച്ചാൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയും ദൈവവും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ കാര്യമാണ്, ഈ നഷ്ടങ്ങൾ മുഴുവൻ സംഭവിച്ചിട്ടും വചനം പറയുന്നു, ജോബ് ഒരിക്കലും നാവ് കൊണ്ട്, ജീവിതം കൊണ്ട് പാപം ചെയ്തില്ല. പാപം ചെയ്യാത്ത ജോബ് ദൈവത്തോട് ചേർന്നു. അതെ, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാലതാമസങ്ങൾ അനുവദിക്കുന്നത് ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് വരാൻ. 2, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപരി നന്മകൾ തരാൻ. 3, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വലിയവ, കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ലഭിക്കാൻ. അതിൻ്റെ ഈ 3 കാരണങ്ങളുടെയും ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് ജോബ് എന്ന വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യം. സ്നേഹമുള്ളവരെ, 1ഉം 2ഉം അധ്യായത്തിൽ 5 നഷ്ടങ്ങൾ സംഭവിച്ച ജോബിൻ്റെ ജീവിതത്തെ എടുത്തു കാണിച്ചിട്ട് ജോബിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് 42-ാം അധ്യായത്തിലാണ്. ഇതാ 42-ാം അധ്യായത്തിൽ 2 വചനങ്ങളിലൂടെ ദൈവം പറഞ്ഞു തരുന്നു. ഒന്നാമത്തെ കാര്യം, ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. ജോബ് പറയുകയാണ്, എൻ്റെ സമ്പത്തിൻ്റെ നാളുകളിൽ, ആരോഗ്യത്തിൻ്റെ നാളുകളിൽ, മക്കളെല്ലാവരും ഉണ്ടായിരുന്ന നാളുകളിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സമ്പത്തിലും, എൻ്റെ സന്തോഷത്തിലും, എൻ്റെ ആനന്ദത്തിലും, എൻ്റെ സമൃദ്ധിയിലുമെല്ലാം ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എൻ്റെ ഈ നഷ്ടങ്ങളിലെല്ലാം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ ദൈവത്തെ കണ്ടു. ജീവിതത്തിലെ നഷ്ടങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടപ്പോൾ, ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം പറയുകയാണ്, ജോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു, ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, കാലതാമസം ദൈവം അനുവദിക്കുന്നോറും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ 10 ഇരട്ടി, 10,000 മടങ്ങ് അനുഗ്രഹം, ആനന്ദം, സന്തോഷം, സമൃദ്ധി തരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തിൽ ഞാനും നിങ്ങളും വളർന്നാൽ, ആ ബോധ്യത്തിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതം എപ്പോഴും കർത്താവിനോടൊപ്പമുള്ള ജീവിതമായി മാറും. ഈ ജീവിതത്തിൽ ഏതെല്ലാം സഹനങ്ങളും നഷ്ടങ്ങളും പരാജയവും ഉണ്ടായാലും അതെല്ലാം ദൈവം ആനന്ദത്തിൻ്റെ, സമൃദ്ധിയുടെ, ഉയർച്ചയുടെ അടയാളമാക്കി മാറ്റും. ദൈവമേ, ഈ ബോധ്യം ഞങ്ങൾ എന്നും നിറച്ച് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവ് വചനത്തിലൂടെ പറഞ്ഞു തന്ന നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വന്തമാക്കി ജീവിക്കാൻ ഈ ബോധ്യങ്ങളിലൂടെ കർത്താവെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.